എന്താണ് ആക്ച്വലി ഒരു സ്ഥാപനത്തിൽ ഒരു കൺസൾട്ടൻറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ അതൊക്കെ കൺസൾട്ടിങ്ങിനെ പറ്റി പറയുന്ന സമയത്ത് ലോകത്തിലെ ഏറ്റവും വലിയ കൺസൾട്ടിങ് കമ്പനി മെക്കൻസിയാണ്. മെക്കൻസി എന്ന് പറഞ്ഞ കമ്പനിയാണ്, US ബേസ്ഡ് ആണ്. അപ്പോൾ മെക്കൻസി കൺസൾട്ടിങ്ങിനെ പറയുന്നത് ഡോക്ടർ പേഷ്യൻ്റ് അപ്രോച്ച് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും ഒരു കൺസൾട്ടൻ്റ് ഒരു ഓർഗനൈസേഷൻ ആവശ്യം വരുന്നത് പ്രധാനമായിട്ടും 2 ഘട്ടങ്ങളിലാണ്. ഒന്ന്, എന്തെങ്കിലും ഒരു ചലഞ്ച് വരുന്ന സമയത്ത്. 2, അവർ ഗ്രോത്തിലേക്ക് പോകുന്ന സമയത്ത്. അപ്പം ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറഞ്ഞാൽ സ്മോൾ ആൻഡ് മീഡിയം സെഗ്മെന്റ് ആണ്. മെക്കൻസി പറയുന്ന പ്രിൻസിപ്പിൾ പോലെ തന്നെ അപ്പോൾ അവർക്കൊരു ചലഞ്ച് ഉണ്ടാവും. ആ ചലഞ്ചിനെ അഡ്രസ്സ് ചെയ്യാനാണ് പലപ്പോഴും ഒരു കൺസൾട്ടന്റ് വേണ്ടി വരുന്നത്. അവരുടെ പലതരത്തിലുള്ള ചലഞ്ചസ് ഉണ്ടാവാം. അപ്പം അവരുടെ ബിസിനസ്സിനകത്ത് അവരുടെ ക്യാഷ് ഫ്ലോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ബിസിനസ് ഗ്രോ ചെയ്യുന്നുണ്ടാവില്ല. ഇങ്ങനെ പലതരത്തിലുള്ള ചലഞ്ചസുകൾ ഓർഗനൈസേഷൻ കടന്നു പോകും. ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ പലപ്പോഴും ഈ സ്മോൾ ആൻഡ് മീഡിയം കമ്പനികൾ കേപ്പബിൾ അല്ല. കാരണം ഈ സ്മോൾ ആൻഡ് മീഡിയം എന്ന് പറയുന്നത് തന്നെ ഒരു വ്യക്തമായ സ്ട്രക്ചറോ സിസ്റ്റമോ പീപ്പിളോ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അവിടെ ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള, ഇപ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുന്ന പോലെ തന്നെ ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള കൺസൾട്ടന്റിന്റെ ഒരു കൺസൾട്ടിങ് ടീമിന്റെ ആവശ്യകത മിക്കവാറും കമ്പനികൾക്കുണ്ട്. അവിടെ ആക്ച്വലി അവിടെ നിങ്ങളെപ്പോലുള്ള കൺസൾട്ടന്റ് വന്നിട്ട് എന്ത് പരിപാടിയൊക്കെ ഇപ്പോൾ ചെയ്യുന്നത്? ബേസിക്കലി ഇപ്പോൾ ദീപേഷ് പറഞ്ഞതുപോലെ തന്നെ ഒരു ചലഞ്ച് വരികയെന്ന് വിചാരിച്ചോളൂ. ഒരു ഓർഗനൈസേഷൻ ഒരു ചലഞ്ച് ഉണ്ട്. ചിലപ്പോൾ ക്യാഷ് ഫ്ലോയിലെ ചലഞ്ച് ആയിരിക്കാം, ചിലപ്പോൾ ഗ്രോത്തിലേക്ക് പോകാത്തതിൻ്റെ പ്രശ്നങ്ങളായിരിക്കാം, ചിലപ്പോൾ പീപ്പിൾ റിലേറ്റഡ് ചലഞ്ച് ആയിരിക്കാം. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ ശരിക്കും ഒരു പാർട്ണറിങ് അപ്രോച്ചാണ്. അല്ലാതെ നമ്മൾ പുറത്ത് നിന്ന് കുറേ അഡ്വൈസുകൾ കൊടുക്കുക അങ്ങനെയല്ല. നമ്മൾ ആ സ്ഥാപനത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടുത്തെ സിറ്റുവേഷൻ മനസ്സിലാക്കി എന്താണ് ആ ഓർഗനൈസേഷന് വേണ്ട പർട്ടിക്കുലർ സൊല്യൂഷൻ, അത് നമ്മൾ പഠിച്ചിട്ട് അവർക്ക് വേണ്ട സജഷൻസ് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ മേ ബി ഒരു റീറ്റെയിൽ സ്ഥാപനമാണെന്ന് വിചാരിക്കുക. ചിലപ്പോൾ അതിൻ്റെ പ്രൊമോട്ടർ അതിൻ്റെ ഉള്ളിൽ ഇൻവോൾവ് ആയിരിക്കും. അവിടെ ചിലപ്പോൾ ഡിസിപ്ലിൻ ശരിയായിരിക്കില്ല, അവിടുത്തെ സ്റ്റോക്ക് കറക്റ്റ് ആയിരിക്കില്ല, ചിലപ്പോൾ അവിടുത്തെ പിള്ളേരുടെ ആറ്റിറ്റ്യൂഡ് ചിലപ്പോൾ ശരിയായിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ഏരിയയും നമ്മൾ പഠിച്ച് അവിടെ എന്ത് തരത്തിലുള്ള സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ബെറ്റർ ആവും. ഈ ഒരു ആക്ടിവിറ്റിയാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത്. ഇത് സ്വാഭാവികമായിട്ടും അവരുടെ ഓർഗനൈസേഷനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യും. അപ്പം അങ്ങനെ ഒരു പാർട്ണറിങ് അപ്രോച്ചാണ് നമ്മൾ കൂടുതലും ചെയ്യുക.